ഹലോ എവ്രി വൺ, ഇറ്റ്സ് മിലിച്ചസ് കൊച്ചിക്കാരി ചൈതി. അപ്പോൾ നമ്മളിതേ ഇപ്പോൾ ഉള്ളത് നമ്മുടെ വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ നിങ്ങളോട് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വണ്ടി ഇപ്പോൾ വർക്കിന് കയറ്റിയേക്കുവാണ് സ്വിഫ്റ്റ്. അപ്പോൾ ഇന്നലെ നമുക്ക് ആക്ച്വലി വണ്ടി കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ലായിരുന്നു, കാരണം വർക്ക് ഇന്നലെ തീർന്നില്ലായിരുന്നു. സോ നമ്മൾ ഇന്നിപ്പോൾ രണ്ടാമത്തെ ഡേ ഇന്നിപ്പോൾ നമ്മളിവിടെ വന്നേക്കണതാണ്. അപ്പോൾ വണ്ടിയുടെ വർക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇനിയിപ്പോൾ നമുക്ക് ഷോക്കും കാര്യങ്ങളും കൂടെ കിട്ടണം, അത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ വണ്ടിയുടെ ബാക്കി സ്പീക്കറും സബ്വൂഫറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. നിലവിൽ വണ്ടിയുടെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ ഊരിയിട്ടേക്കണാണ്, കാരണം നമ്മൾ ഈ വയറ് വലിച്ചാണല്ലോ ഓരോന്നും ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. കണ്ട, വയറ് വലിച്ച് കണ്ട ഇങ്ങനെ നമ്മൾ ചെയ്ത് ആണ് എല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതുണ്ട് ഡോർ പാഡും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ടേക്കണാണ്, കാരണം നമുക്ക് ഇവിടെയൊക്കെ സ്പീക്കർ നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതെല്ലാം നമ്മളിപ്പോൾ അഴിച്ചിട്ടേക്കണാണ് കംപ്ലീറ്റ് ആയിട്ട്. കണ്ട, ഇതാണിപ്പോൾ വണ്ടിയുടെ നിലവിലത്തൊരു അവസ്ഥയെന്ന് പറയണത്. പിന്നെ നമുക്ക് ഇന്നലെ നമ്മൾ വണ്ടിയുടെ ഷോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ നന്നാക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനു മുമ്പ് ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച്. കണ്ട, ഇപ്പോൾ ചേട്ടനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണേട്ടോ. ഷോക്ക് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. കണ്ട, ഇതിവിടെ അഴിച്ചിട്ടേക്കണാണ്. ഇന്നലത്തെ നമ്മുടെ ക്രോസ് ചേസ് ഇവിടെ ഇപ്പോൾ അഴിച്ചിട്ടേക്കണാണ്, നമുക്ക് കിട്ടിയിട്ടില്ല. ഷോക്കും കാര്യങ്ങളും കൂടെ കിട്ടിയിട്ട് വേണം ബാക്കി നമുക്ക് ഫിറ്റ് ചെയ്യാൻ കേട്ടോ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തോണ്ടിരിക്കണേ? സ്പീക്കറിന്റെ വയറ് വലിച്ചോണ്ടിരിക്കണാണ്. അതൊന്നും ചെയ്യുന്നില്ല, പിന്നെ ചേട്ടൻ ചെയ്യണം. ഇതാണ് നമ്മുടെ അലക്സേട്ടൻ ആക്ച്വലി ഓൾ ഇൻ ഓൾ ആണ് കേട്ടോ. ഇവിടത്തെ ഓൾ ഇൻ ഓൾ പോലെയാണ്. വണ്ടിപ്പണി ചെയ്യും, സ്പീക്കറിൻ്റെ കാര്യം ചെയ്യണോ അത് ചെയ്യും, ഇനി എ സിയുടെ വർക്ക് ചെയ്യണോ എല്ലാം ചെയ്യുന്ന ഒരു തക്കട് കുട്ടൻ. അയ്യോ കണ്ട, ഇതെല്ലാം ഇവിടെ അഴിച്ചിട്ടേക്കണം കേട്ടോ. എനിക്ക് ആക്ച്വലി ഈ വയറിങ്ങിൻ്റെ സംഭവം അത്ര അങ്ങോട്ട് എനിക്ക് അറിയാൻ പാടില്ല. അതൊക്കെ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ പകുതിയൊക്കെ. പിന്നെ നമ്മൾ ഓരോന്നും നമ്മൾ ചെയ്താണല്ലോ നമ്മൾ പഠിക്കുന്നത്. സോ ഇതൊക്കെ ഇനി എനിക്ക് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എനിക്ക് ചെയ്യാനായിട്ട്. നമുക്ക് ഈ സെറ്റ് മാറ്റണം. നമ്മൾ ആക്ച്വലി ഇന്നലെ എടുത്തോണ്ട് വന്ന സെറ്റ് സ്യൂട്ടായില്ലല്ലേ അലക്സേട്ടാ? അതിനിപ്പോ നമ്മൾ വേറെ സെറ്റ് എടുക്കേണ്ടി വരൂലേ? ഓക്കെ, അല്ല ഇതല്ല, വേറൊന്നും ഇന്നലെ കൊണ്ടുവന്നത്. അത് നമുക്ക് ബ്ലൂടൂത്ത് ആ സാധനം ഉണ്ട്. ഓക്കേണ്. അത് ഇന്നലെ പോയി നോക്കിയത്, അത് നല്ലതായിരുന്നു. അതാണ് ഫിറ്റിംഗ് കറക്റ്റ് അല്ലേ? ഓക്കെ. എന്തൊക്കെ പണികളാണ് ദൈവമേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ വണ്ടിപ്പണി എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. അത് കുറേ ടൈം എടുത്ത് ചെയ്യേണ്ടതാണെന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ കുടി അവിടെ നിന്ന് മാറ്റും എന്നുള്ള കാര്യം. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡൈക്കാസ്റ്റ് ഗ്യാസൊക്കെ എനിക്ക് ഒട്ടിച്ച് വെക്കണം നല്ല ആഗ്രഹമുണ്ട്. സോ നമ്മുടെ ഇന്ത്യയുടെ കുടിയാണ് വെച്ചേക്കുന്നത്, അത് നമ്മളിവിടെ നിന്ന് പറിച്ചു മാറ്റാൻ പോവാണ് കേട്ടോ. അയ്യോ, ഇത് ഞാൻ കളയത്തൊന്നുമില്ല, ഞാൻ തന്നെ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കും. കാരണം എനിക്ക് വേറെ കാറൊക്കെ എനിക്കിവിടെ ഒട്ടിച്ച് വെക്കാനുള്ളതാണ്. എല്ലാം അഴിച്ചു പറിച്ചിട്ടേക്കണാണ് ഗൈസ്, കണ്ടില്ലേ? എനിക്ക് നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനായിട്ടുണ്ട്. സംഭവം വേറല്ല, ഞാനിത് കാണിച്ചു തരാം കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കുമല്ലോ, ഞാൻ ഈ ഒരു നമ്മുടെ സ്പോയിലർ ഫിറ്റ് ചെയ്ത കാര്യം എല്ലാവരും കണ്ടതല്ലേ, ഈ സ്പോയിലർ. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ കുറേ പേര് കളിയാക്കിയിട്ടുണ്ടായിരുന്നു, ശോകം സ്പോയിലർ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറയില്ല, എനിക്കിത് പൈസ മുടക്ക് വന്നിട്ടില്ല. കാരണം ഇത് എൻ്റെ i20യിൽ നേരത്തെ ഇരുന്നേച്ച സ്പോയിലറാണ് ഞാനെടുത്ത് ഇപ്പം ഇതിൽ വെച്ചേക്കണത് തന്നെ. പിന്നെ ഞാനതിപ്പോൾ വേറെ പൈസ മേടിച്ച് വാങ്ങിച്ച് വെച്ച സാധനമല്ല. അപ്പോൾ വെറുതെ വീട്ടിലിരുന്ന സാധനം ഞാനെടുത്തത് എൻ്റെ വണ്ടിയിൽ ഫിറ്റ് ചെയ്ത്, അത് എനിക്ക് നല്ലതെന്ന് തോന്നിക്കൊണ്ടിട്ടാണ് ഞാനതെടുത്ത് ഫിറ്റ് ചെയ്തത്.
നമ്മൾ മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കിയിട്ടല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ ഇഷ്ടം നോക്കിയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. സോ കളിയാക്കാനുള്ളവർ കളിയാക്കിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഈ കളിയാക്കണവരാരെങ്കിലും എനിക്ക് വാങ്ങിച്ചു തരുമോ? ഇല്ല. ഇതൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ഇഷ്ടമുള്ള പോലെയല്ലേ ഞാൻ ചെയ്യണത്. എന്നെ കളിയാക്കി ആ കണ്ണാപ്പി സ്പോയിലർ എന്നൊക്കെ പറഞ്ഞിട്ട് സീനൊന്നുമില്ല. എന്തായാലും ഈ സാധനമൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും നമ്മളെ കണ്ണാപ്പിന്ന് വിളിക്കുള്ളൂ. ആരാ വിളിക്കാതല്ലേ? ആരും. അതെ, അത്രേ ഉള്ളൂ. നമുക്ക് കാശുള്ള പോലെ നമ്മൾ ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ സംഭവം എനിക്ക് വേറെ പൈസ മുടക്കി എനിക്ക് വന്നിട്ടില്ല. ഇത് നേരത്തെ ഇരുന്നേച്ച വണ്ടി i20 ഇരുന്നേച്ച സ്പോയിലറാണ്. സ്പോയിലർ മാത്രമല്ല, ഇതിന്റെ അകത്തിരിക്കുന്ന സബ് വൂഫർ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ വണ്ടിയുടെ സാധനം കൊടുത്താണ് ഞാൻ ഇതിലേക്ക് വെച്ചേക്കുന്നത്. അതെ, അത്രേ ഉള്ളൂ. പിന്നെ ഇതിന് വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ. കാരണം ഈ കളിയാക്കുന്നവരൊന്നും മനസ്സിലാക്കണം, വേറൊരു കുഴപ്പമില്ല. പിന്നെ ഇതിപ്പോ ഉപയോഗിക്കാതെ വെച്ചോണ്ടിട്ട് ചെറിയ ചെറിയ സ്ക്രാച്ചൊക്കെ വീണിട്ടുണ്ട്. അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല ഈ സ്പോയിലറിന്. സബ് വൂഫറിനാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ ഒന്നും അങ്ങനെ നശിപ്പിക്കാറില്ല. നമ്മൾക്കിപ്പോൾ നേരത്തെ വണ്ടിയിൽ നിന്നാണെങ്കിൽ പോലും ഞങ്ങളത് നശിപ്പിച്ചിട്ടില്ല. ഞങ്ങളത് എടുത്ത് സൂക്ഷിച്ച് വെച്ച സാധനമാണ്. പിന്നെ ഈ സ്പോയിലർ മാത്രമാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. ബാക്കി സബ് വൂഫറും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയായിരുന്നു. കളിയാക്കുന്നവർ അവിടെ ഇരുന്ന് കളിയാക്കിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. കാരണം നമ്മൾ പൈസ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ മുതലാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇങ്ങനെ കളിയാക്കിയപ്പോൾ എനിക്ക് എങ്ങോട്ട് എന്തോ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാനതിങ്ങനെ പറഞ്ഞത്. വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഓക്കെ, ഇനി നമ്മൾ ഫ്യൂസ് ഫിറ്റ് ചെയ്യാൻ പോണേ. ഞാൻ നേരത്തെ ഒരു സാധനം കാണിച്ചു തന്നില്ലായിരുന്നോ, അത് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോണാണ്. ഇതിന്റെ എങ്ങനെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ എന്നൊക്കെ പറയണം. ബോഡിയിൽ എല്ലായിടത്തും കിട്ടും. പ്ലസ് വരുന്നത് ബാറ്ററിയുടെ ഡയറക്റ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. എന്തായാലും ഫിറ്റ് ചെയ്തോ, കാണാല്ലോ. ഞാൻ എങ്ങനെ കേട്ടോ, കാരണം ഒരു വണ്ടിയുടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് പുതിയതായിട്ട് കിട്ടുന്ന അറിവാണെങ്കിൽ പോലും അത് എങ്ങനെയാണ് ഏതാണ് എന്നൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കും. അത് എനിക്ക് ഭയങ്കര ഇഷ്ടം. പുതിയ കാര്യങ്ങളൊക്കെ എനിക്ക് പഠിക്കാനും ഇഷ്ടമാണ്, അത് അറിയാനും ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് വണ്ടികളുടെ കാര്യത്തിൽ, വണ്ടികളുടെ എന്ത് സാധനം എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് പ്രത്യേകത, എൻ്റെ ഒരു പ്രത്യേകത അതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടായിരിക്കോട്ടെ. കാരണം i20 ആണെങ്കിൽ പോലും വർക്കിന് കയറ്റിയ സമയത്ത് ഞാൻ ഇത്രയൊന്നും വർക്ക്ഷോപ്പിൽ ഞാൻ നിന്നിട്ടില്ല. അതാണ് വേറെ കാര്യം. കാരണം ഞാൻ നേരെ ഹ്യുണ്ടായിൽ കൊടുക്കും, സർവീസ് ചെയ്യും, തിരിച്ചു പോരും. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പിൽ ഇത്രയും നേരം ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്. 2 വീലർ ഓക്കെ, പക്ഷെ കാറിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും. ഇന്ന് വന്നു ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അറ്റൻഡ് ചെയ്യുന്നത്. നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുക, എന്നാലല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. ചേട്ടൻ ഒന്നും മിണ്ടല്ല. എനിക്ക് കാര്യം പറഞ്ഞു തന്നു, ചേട്ടൻ പോയി. ബിക്കോസ് നമ്മൾ അവർ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വന്ന് ഈ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അവർക്കതൊരു ഡിസ്റ്റർബൻസ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഓരോ കാര്യങ്ങൾ. ഇനിയൊന്നും ഉണ്ടായില്ലേ? ഇനി മിണ്ടിക്കഴിഞ്ഞാ വയറ് സെറ്റ് ചെയ്തിട്ടും പറയാന്നാണ് കേട്ടോ അലക്സ് ഏട്ടൻ പറഞ്ഞത്. ഇനി ഒന്നും ഉണ്ടായില്ലെന്ന് പറഞ്ഞ. ഇവിടെ സ്പീക്കറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടുത്തെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ഫിറ്റ് ചെയ്യാനുണ്ട്. കണ്ടില്ല, അതൊക്കെ അഴിച്ചിട്ടേക്കണേണ്. അപ്പോൾ അതൊക്കെ കൂടെ ഇനി നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. ബാക്കി ഓൾമോസ്റ്റ് സ്പീക്കറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ, എല്ലാം സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ബാക്കി പരിപാടി ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. കണ്ട ചേട്ടൻ അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കണേന്ന് കണ്ട. നമ്മളിപ്പോൾ എന്ത് ചെയ്തോണ്ടിരിക്കണം ലിൻസ് ചേട്ടാ? എന്ത് ചെയ്തോണ്ടിരിക്കണം ഇപ്പം? ഫിറ്റ് ചെയ്യണോ? അല്ല, ഇത് കിട്ടിയ സ്റ്റിയറിംഗ് ഒക്കെ കിട്ടിയാ? അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് കിട്ടി, ഷോക്ക് കിട്ടി. ഇനി ഇതെല്ലാം നമ്മൾ നേരെ വണ്ടിയിലേക്ക് എടുത്ത് ഫിറ്റ് ചെയ്യാനായിട്ട് പോണേട്ടാ. ഇവിടെ ഒരാൾ ഇത് സെറ്റ് ചെയ്യുന്നു, ഒരാൾ ഇവിടെ സ്പീക്കറിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കുന്നു. ഞാൻ വീഡിയോ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്യുന്ന വേറൊന്നും കൊണ്ടിട്ടല്ല കേട്ടോ. കാരണം എന്താണ്, നമ്മൾ കുറേ എന്താ പറയുക ലാഗ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് ഞാൻ എടുക്കുന്നത്.
ഓക്കെ കണ്ട, ഇത് നമ്മൾ നേരത്തെ കാണിച്ചെന്ന ഫ്യൂസ് ആണേ, അതൊക്കെ ഫിറ്റ് ചെയ്തേക്കുന്നുണ്ടോ? ഓ ജാട ജാട. അപ്പോൾ നമ്മളിത് റീഅസംബ്ലി ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ, നമ്മളുടെ ക്രോസ് ചേസ്. വേറൊരു സ്വിഫ്റ്റ് അവിടെ പുറകിൽ വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് അവർ ആ മിറർ സെറ്റ് ചെയ്യാനായിട്ട് വന്നേട്ടാ. അല്ല കിഡിലൻ അലോയ്സൊക്കെ കൂടെ വന്നിട്ടുള്ള ഒരു സ്വിഫ്റ്റ്. ഇനിയിപ്പോൾ നമ്മളുടെ പവർ സ്റ്റിയറിങ്ങിനൊന്നും സീനൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഓൾറെഡി ഷോക്ക് നമ്മളിപ്പോൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടാ, ഷോക്ക് നമ്മൾ ഫിറ്റ് ചെയ്തായിരുന്നേ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്രോസ് ചേസ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. വെച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് എന്താണ് ഞാൻ കേട്ടില്ല എന്താ ആണോ? ഓ സ്നേഹമേ, അതൊക്കെ ആദ്യമേ കാണിച്ചായിരുന്നു. നല്ലതാണ്, നല്ല ആൾക്കാരും എല്ലാരും. ഇപ്പോൾ നമ്മളുടെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് ഇതേ വണ്ടിയുടെ ബില്ല് കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വണ്ടിയുടെ വർക്ക് കഴിഞ്ഞ് ഇപ്പോൾ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുപോകാൻ പോവാണ് കേട്ടോ. നിങ്ങൾക്ക് ബില്ല് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മുടെ ലിൻസൻ ചേട്ടൻ ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുപോവാണ് കേട്ടോ. ആണ് നമ്മുടെ ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11,600 രൂപ ആയിട്ടുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഷോക്ക് സർവീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞായിരുന്നു, ഷോക്ക് ഓയിലും കാര്യങ്ങളൊക്കെ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റാനുണ്ടായിരുന്നു. പിന്നെ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ നമ്മളുടെ എന്തുവായിരുന്നു സ്റ്റെബിലൈസർ ലിങ്ക്, ആ സംഭവങ്ങളൊക്കെ മാറ്റാനുണ്ടായിരുന്നു. അപ്പോൾ മൊത്തം പിന്നെ എല്ലാത്തിൻ്റെയും കൂടെ ഉള്ള ലേബർ 3000 രൂപ. തൊട്ടാ പൈസ ആണല്ലോ ദൈവം. ഇത് കണ്ടോ, നമ്മുടെ വണ്ടി ഇപ്പോൾ എന്താ സ്പീക്കറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇനിയിപ്പോൾ നമ്മുടെ അലക്സ് എല്ലാം കൂടെ അതാ പറഞ്ഞ എല്ലാം കൂടെ ഫുൾ സർവീസിന്റെ എമൗണ്ട് ആണ്. അല്ല ഇത് ലേബർ ഇല്ല, ഓൾ സർവീസ് 3,000 റുപ്പീസ്. ഇത് ലേബർ ആണ് കേട്ടോ ലാസ്റ്റ് ചെയ്തേക്കുന്നത് 3,000. അപ്പോൾ ഫുൾ ലേബർ 2 ദിവസത്തെ ഫുൾ പണിക്കാശാണ് ഇത്. കണ്ടില്ലേ ഗൈസ്. അപ്പോൾ നമ്മൾക്ക് സ്വിഫ്റ്റിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതേ നമ്മുടെ കയ്യിലേക്ക് വണ്ടി കിട്ടി. ഇപ്പോൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കയറ്റി ഇട്ടതേ ഉള്ളൂ. അപ്പോൾ വണ്ടി നല്ല പക്കയായിട്ട് വണ്ടി വർക്കും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെറിയൊരു കാര്യം കൂടെ ചെയ്യാനായിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഞാനത് ചെയ്യുന്നുള്ളൂ. ഇപ്പം വേറെ നമുക്ക് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഇല്ല. ആകെ ഷോക്ക് ഓയിലും ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ സ്റ്റെബിലൈസറിലും കാര്യങ്ങളൊക്കെ നമുക്ക് സർവീസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്പീക്കർ, സബ് വൂഫർ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് നമ്മൾ വണ്ടി കയറ്റിയത്. സോ നമ്മളുടെ 2 ദിവസത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നല്ല വണ്ടി നല്ല സെറ്റപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വണ്ടിയിൽ ചെയ്യാനായിട്ടുണ്ട്. കാരണം വണ്ടി ഒന്ന് പോളിഷ് ചെയ്യണമെന്നുണ്ട്. എനിക്ക് കളറൊക്കെ മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. ഒന്നും കംപ്ലീറ്റ് ആയിട്ട് ഡിസൈഡ് ചെയ്തിട്ടില്ല. എന്തായാലും ഇനി നമ്മൾ അപ്ഡേഷൻസ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.